നമസ്കാരം, ഞാൻ ഡോക്ടർ ബൈജു സേനാധിപൻ. ഈ മാസം, അതായത് മാർച്ച്, കൊളോണിക് ക്യാൻസർ അവയർനെസ് മന്തായിട്ട് ആചരിക്കപ്പെടുന്ന മാസമാണ്. കൊളോണിക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വൻകുടലിലുണ്ടാകുന്ന അർബുദത്തെയാണ് കൊളോണിക് ക്യാൻസർ എന്ന് പറയുന്നത്. ഈ കൊളോണിക് ക്യാൻസർ നമ്മുടെ കൊച്ചു കേരളത്തിൽ വളരെയധികം കൂടി വരികയാണ്. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെക്കേ ഇന്ത്യയിലാണ് കൊളോണിക് ക്യാൻസർ കാണപ്പെടുന്നത്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്താണ് കൂടുതലും കൊളോണിക് ക്യാൻസർ കണ്ടുവരുന്നത്. ഈ അടുത്ത 10 വർഷത്തെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കൊളോണിക് ക്യാൻസറും റെക്ടൽ ക്യാൻസറും ഈ കഴിഞ്ഞ ദശകത്തിൽ കൂടുതലായിട്ടുണ്ടായതായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ കൂടുതലായി ഉണ്ടായെന്നുള്ളതിനെ പറ്റി ചെറിയ പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് സമഗ്രമായ പഠനങ്ങളല്ല. ഒന്ന്, നമ്മുടെ ആഹാര രീതിക്കുണ്ടായ മാറ്റം. നമ്മൾ കൂടുതലും പഴയ ആഹാരം മാറി പുതിയ ജങ്ക് ഫുഡിലേക്കും പച്ചക്കറി കുറച്ചുള്ള ഫുഡിലേക്കുമൊക്കെ നമ്മൾ മാറിയതിൻ്റെ ഒരു കാരണമാണ്. അത് രാജ്യം മുഴുവൻ അങ്ങനെ ഉണ്ടാണെങ്കിൽ നമ്മുടെ തെക്കൻ കേരളത്തിൽ എന്തുകൊണ്ടുണ്ടായെന്നതിന് ചെറിയൊരു സൂചന നൽകുന്നത് തീരദേശവുമായി ബന്ധപ്പെട്ടിട്ട് കൊളോണിക് ക്യാൻസർ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ കരിമണലിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ കൊണ്ടിട്ടുള്ള മ്യൂട്ടേഷൻ ആണെന്നുള്ള ഒരു ഹൈപ്പോത്തസിസ്, അത് പ്രൂവ് ചെയ്തിട്ടില്ല, ഹൈപ്പോത്തസിസ് നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടിട്ടും ഇതുണ്ടാകും. പിന്നെ ഈ പൊള്യൂഷൻ കൊണ്ടുണ്ടാകുന്ന മ്യൂട്ടേഷൻ, നമ്മുടെ ക്രോമസോമുകളുണ്ടാകുന്ന മ്യൂട്ടേഷൻസ് കൊണ്ട് ഉണ്ടാവാം. കൂടുതലും ഇത് ഫുഡ് ആണ് ഇതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത്. സ്മോക്ക്ഡ് ഫുഡ് കൂടുതലും ഉപയോഗിക്കുന്നതുകൊണ്ടും പാക്ഡ് ഐറ്റംസ് കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടും സോൾട്ടഡ് ഐറ്റംസ് കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടും ഒക്കെയാണ് ഈ കൊളോണിക് ക്യാൻസർ കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്നാണ് പൊതുവെ വിവക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? കൂടുതലും ഇതിൻ്റെ ലക്ഷണങ്ങൾ മലത്തിൽ കൂടെ ബ്ലഡ് പോവുക എന്നുള്ള ഒരു സൂചനയാണ് തരാറ്. അർബുദമായിട്ടല്ല സാധാരണ വൻകുടലിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചെറിയ പോളിപ്പുകൾ അഥവാ മുകളങ്ങളായിട്ടാണ് വൻകുടലിൻ്റെ ഉൾഭിത്തിയിലെ ആവരണത്തിൽ ഉണ്ടാകുന്ന മുകളങ്ങളെയാണ് പോളിപ്പുകൾ എന്ന് പറയുന്നത്. ഈ പോളിപ്പുകൾ വളർന്നു വലുതായി രൂപാന്തരം പ്രാപിച്ചിട്ടാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടുന്ന് ബ്ലഡ് പൊടിഞ്ഞിട്ട് മലത്തിലൂടെ കടന്നു പോകാം. ചിലവർക്ക് നമ്മുടെ കണ്ണിൽപ്പെടാത്ത രീതിയിലായിരിക്കും ബ്ലഡ് കടന്നു പോകുന്നത്. ചിലർക്ക് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടായിട്ട് രക്തമായിട്ട് തന്നെ കടന്നു പോകാം. മറ്റു ചിലർക്ക് മെറൂൺ കളറിലോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലോ ബ്ലഡ് പോകാം. അത് ഏത് ഭാഗത്തു നിന്നാണ് ഈ ബ്ലഡ് ചോരുന്നത് എന്നുള്ളതിന് അനുസരിച്ചിരിക്കും. വിസർജൻ പോകുന്ന ആ ഭാഗത്തിനടുത്താണെങ്കിൽ ബ്ലഡായിട്ട് തന്നെ പോവുകയും അതിന് മുകളിലായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ മോശനായിട്ട് മിക്സ് ചെയ്ത് പോവുകയും അതിന് മുകളിലായിട്ടാണെങ്കിൽ ബ്ലഡിന് തന്നെ രൂപാന്തരണം സംഭവിച്ചിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ പല രീതിയിൽ. ഇപ്പം ബ്ലഡിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിക്കേണ്ടത്. എങ്ങനെയാണ് പരിശോധിക്കുന്നത്? കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ് പരിശോധിക്കുന്നത്. എന്താണ് കൊളോണോസ്കോപ്പി? കൊളോണോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു 160 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള നീളമുള്ള ഒരു കുഴൽ വൻകുടലിനകത്തൂടെ കയറ്റി വിട്ട് ഉൾഭാഗം നിരീക്ഷിച്ചാണ്. അപ്പോൾ ഉൾഭാഗം നിരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതിനകത്ത് കൃത്യമായും വെള്ളത്തിൻ്റെ ട്രാൻസ്പെറൻസി ഉണ്ടാവണം. അതുകൊണ്ട് മോഷൻ മൊത്തം പുറത്തു പോകാൻ വേണ്ടി ഒരു ദ്രാവകം കഴിച്ച് നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയതിന് ശേഷമായിരിക്കും ഈ ക്യാമറ അകത്ത് കടത്തിവിട്ട് ഉൾഭാഗം മുഴുവൻ അതിൻ്റെ കോണുകളും വശങ്ങളും എല്ലാം നിരീക്ഷിക്കുന്നത്. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഇതിനകത്ത് ഈ പോളിപ്പ് അല്ലെങ്കിൽ മുകളങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പരിശോധനയ്ക്കെടുക്കുകയും ആ പരിശോധനയിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യുകയും ചെയ്യും. ചില പോളിപ്പുകൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് പ്രയാസകരമായിട്ട് തോന്നിയേക്കാം. അപ്പോൾ തന്നെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഈ സ്നെയർ പോളിപ്പെക്ടമി എന്ന് പറയുന്ന രീതിയിലാണത് റിമൂവ് ചെയ്യുന്നത്. മറ്റു ചില പോളിപ്പുകൾ കുറച്ചുകൂടെ വ്യാപിച്ചിട്ടുള്ള പോളിപ്പുകളാണെന്നുണ്ടെങ്കിൽ ബയോപ്സി ആദ്യം എടുക്കുകയും അത് ബയോപ്സി റിപ്പോർട്ട് കണ്ടതിന് ശേഷം അതിനകത്ത് ചേഞ്ചസ് വന്നിട്ടുണ്ടോ, എത്രമാത്രം ചേഞ്ചസ് ഉണ്ട്, എത്രമാത്രം അതിൻ്റെ വേരുകൾ ഉള്ളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ സർജറി അല്ലെങ്കിൽ അതിനെ കൊളോണോസ്കോപ്പി വഴി തന്നെ നീക്കം ചെയ്യാമോ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുന്നു. അതുപോലെ തന്നെ അതിന് പുറത്തേക്കുള്ള വ്യാപനം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് CT അഥവാ MRI ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇതിൻ്റെ വേരുകൾ ഉള്ളിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പി വഴി തന്നെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അത്
മയക്കിയിട്ടും ചെയ്യാം, മയക്കാതെ തന്നെ ഡേ കെയർ പ്രൊസീജിയറായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 8-10 മിനിറ്റ് മാത്രം വേണ്ടുന്ന ഒരു പരിശോധന മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കൊളോണോസ്കോപ്പി ചെയ്തിരിക്കുന്നതാണ് അഭികാമ്യം. അല്പം വളർച്ചയുള്ള പോളിപ്പാണെന്നിരിക്കട്ടെ, നമ്മൾ ആദ്യഘട്ടത്തിൽ ബയോപ്സി മാത്രമേ എടുക്കുകയുള്ളൂ. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനകത്ത് ക്യാൻസറിൻ്റെ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം നമ്മൾ എന്താണ് അടുത്ത നടപടി എന്ന് തീരുമാനിക്കുന്നു. അടുത്ത നടപടി ക്യാൻസർ എന്നതിൻ്റെ ആദ്യഘട്ടമാണ്, അതായത് ഇൻസിറ്റു ക്യാൻസർ എന്ന് പറയും. ആദ്യഘട്ടമാണെങ്കിൽ നമ്മളത് കൊളോണോസ്കോപ്പി വഴി തന്നെ വീണ്ടും അതിൻ്റെ ESD എന്ന് പറയുന്ന എൻഡോസ്കോപ്പിക് സബ് മ്യൂക്കോസൽ ഡിസെക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ വഴി ഇത് നീക്കം ചെയ്യാവുന്നതാണ്. ഇച്ചിരി എഫർട്ട് വേണ്ടുന്ന ഒരു പ്രൊസീജിയറാണ് ESD എന്ന് പറയുന്നത്. അത് നീക്കം ചെയ്യാവുന്നതാണ്. പൂർണ്ണമായിട്ടും നമുക്കത് ഒഴിവാക്കാൻ പറ്റും ഇൻസിറ്റു ക്യാൻസറൊക്കെ ആണെങ്കിൽ. പക്ഷേ ശരിക്കും ഒരു ക്യാൻസർ അതിൻ്റെ ഉൾഭിത്തിയിലോട്ട് വ്യാപിച്ചിട്ടുള്ള ഒരു ക്യാൻസർ ആണെങ്കിൽ സർജറിയാണ് അഭികാമ്യം. അപ്പോൾ ഏത് ഭാഗത്താണ് ഈ ക്യാൻസർ ഉണ്ടായി എന്നുള്ളത് നോക്കി എത്രയും ഭാഗം റിമൂവ് ചെയ്യണമെന്ന് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പോൾ ചില പേഷ്യൻസ് നമ്മളത് ചോദിക്കാറുണ്ട്, ഇത്രയും ഭാഗത്തുള്ളൊരു ക്യാൻസറിന് ഇത്രയും റിമൂവ് ചെയ്യണോ? അതിന് ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതിപ്പോൾ കീഹോൾ സർജറി വഴി ചെയ്യാമെന്നുള്ള വളരെ പ്രയോജനകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. കീഹോൾ സർജറി എന്ന് പറഞ്ഞാൽ ഇതേ ഗൈഡ് ലൈൻസ് തന്നെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഓപ്പൺ സർജറിയിൽ എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഓപ്പൺ സർജറിയിൽ സ്വീകരിക്കുന്ന അതേ മാനദണ്ഡങ്ങൾ തന്നെ ലാപ്രോസ്കോപ്പി സർജറിയിലും സ്വീകരിച്ചുകൊണ്ട് അത്രയും ഭാഗം നീക്കം ചെയ്യുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്നു. കീഹോൾ സർജറിയുടെ പ്രയോജനം എന്ന് പറഞ്ഞാൽ കേവലം മുറിവുകളുടെ വലിപ്പമല്ല, കേവലം ആശുപത്രിവാസം മാത്രമല്ല, കേവലം ആൻറ്റിബയോട്ടിക് കുറവ് മതി എന്നുള്ള കാര്യം മാത്രമല്ല, നമ്മൾ ഈ രോഗിക്ക് മറ്റ് അനുബന്ധ ചികിത്സകൾ ആവശ്യമാണെങ്കിൽ ആ ചികിത്സകൾ നേരത്തെ തന്നെ കൊടുക്കാവുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് നമ്മളെ കണ്ണിൽപ്പെടാത്ത കോശങ്ങൾ, ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽപ്പെടാത്ത നമുക്ക് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. പതിച്ചിട്ടുണ്ടെങ്കിൽ അനുബന്ധ ചികിത്സ ലൈക്ക് കീമോതെറാപ്പി, റേഡിയോതെറാപ്പിയൊക്കെ ആവശ്യമാണെങ്കിൽ ആ ചികിത്സ വഴി അതും കൂടി എത്രയും നേരത്തെ എടുത്തു മാറ്റുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ക്യാൻസറിന്, പ്രത്യേകിച്ചും വൻകുടൽ ക്യാൻസറിനും മലാശയ ക്യാൻസറിനും കീഹോൾ സർജറി എന്ന് പറയുമ്പോൾ കേവലം അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമല്ല, മുറിവിൻ്റെ വലിപ്പമല്ല, ക്യാൻസർ കോശങ്ങളെ എത്രയും പെട്ടെന്ന് ശരീരത്തിൽ നീക്കം ചെയ്യുന്നതിന് നമ്മൾ സഹായമാക്കുക എന്നുള്ളത് കൂടിയാണ്. പെൽവിസിൽ അല്ലെങ്കിൽ ഇടിപ്പല്ലിൽ നിലകൊള്ളുന്ന മലാശയത്തിൻ്റെ ഭാഗമുണ്ട്. ആ ഇടിപ്പല്ലിൽ സാധാരണ കൈകൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. നമുക്കൊരു പഴയ സോഡ കുപ്പിയുടെ അകത്തോട്ട് കൈയിട്ട് ചെയ്യുന്ന കണക്കുള്ളൊരു അവസ്ഥയാണ് ഈ സർജറി ചെയ്യുമ്പോൾ. അതിനെ ഇപ്പോൾ ക്യാമറ കണ്ണുകൾ കൊണ്ട് നിരീക്ഷിച്ച് ചെറിയ 1 സെൻറ്റിമീറ്റർ താഴെയുള്ള ഉപകരണങ്ങൾ കയറ്റി ഇത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയും ഈ കൊളോസ്റ്റമി എന്ന് പറയുന്ന ആ ഒരു ദുർഘടമായൊരവസ്ഥ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് നേരത്തെ പണ്ട് കാലത്ത് നമ്മൾ പെർമനൻറ്റ് കൊളോസ്റ്റമി എന്ന അവസ്ഥയിലോട്ട്, അതായത് ജീവിതകാലം മുഴുവൻ താഴ്ഭാഗം അടച്ചതിന് ശേഷം മുഴുവൻ മോഷനും ഇതുവഴി പോകുന്ന ഒരു ബാഗ് വഴി കണക്ട് ചെയ്ത് അതിനകത്ത് കളക്ട് ചെയ്യുന്ന രീതി ഒഴിവാക്കി അത് സാധാരണ രീതിയിൽ തന്നെ മോശം പോകത്തക്ക രീതിയിൽ ഈ കീഹോൾ സർജറിയുടെ ആറുഭാഗത്തോടുകൂടി ചെയ്യാൻ പറ്റും എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലോട്ട് വ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെയും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ചികിത്സ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇമേജിങ് CT അല്ലെങ്കിൽ MRI കണ്ടിട്ടുള്ള മറ്റ് ഭാഗങ്ങളിലോട്ട്, ലിവറിനകത്തോട്ടോ അല്ലെങ്കിൽ മറ്റ് ഉദരാശയത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലോട്ടോ വ്യാപിച്ചിട്ടുണ്ടോ എന്നും കൂടി നോക്കണം. അതനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സയെ നിശ്ചയിക്കുന്നത്. മറ്റു ചിലവർക്ക് അത് ഇരിക്കുന്ന വശം അനുസരിച്ചിട്ട് അതിൻ്റെ വ്യാപനം അനുസരിച്ചിട്ട് വയറുവേദനയും ഛർദിയും വയറ്റിനകത്ത് പെരുക്കും ഒക്കെ ആയിട്ട് പ്രശ്നം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണം മോഷണത്തോടെ ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായും കൊളോണോസ്കോപ്പി ചെയ്ത് നിരീക്ഷിക്കേണ്ടതാണ്.